യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേട്ടാ, മോള് പേടിക്കാതെ മോളുടെ അച്ഛനെ വിളിച്ച് ജാമ്യം എടുക്കാൻ പറ. മോളുടെ വീട്ടിലും വിളിച്ചു പറ. അർജുൻ മോന്റെ അച്ഛനെയൊക്കെ അറിയിക്കേ. എപ്പോഴാ അർജുനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഉടൻ കൊണ്ടുവരുന്നാ പറഞ്ഞത്. എന്തായാലും പൂജ അർജുനെ കാണാൻ പോകണ്ടായിരുന്നു. അതല്ലേ അബദ്ധമായത്? ആ, താൻ പറയുന്ന നേരാ. പക്ഷെ ഭാര്യയല്ലേ, ഭർത്താവ് എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതിരിക്കുമ്പോ ആർക്കായാലും ഇത് സംഭവിക്കും. SP കിരൺ ഇങ്ങോട്ട് വരുമോ? SP ആണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. അറസ്റ്റ് നടന്നുകൊണ്ട് എന്തായാലും SP കൂടെ ഉണ്ടാവും. ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് അയാൾ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കോടതിയിൽ കൊണ്ടുവരുന്നു. മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്ന് അവധിയായതുകൊണ്ടാണ് ജസ്റ്റിസിന്റെ വീട്ടിൽ അവർ ഹാജരാക്കുന്നത്. അവരെത്തി. കോടതിയിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഹാജരാക്കാൻ എന്താ സാർ, അത്ര വലിയ ക്രിമിനലാണോ അർജുൻ? മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ട് മിസ്റ്റർ നന്ദഗോപൻ, പോലീസിന് മേൽ നല്ല സമ്മർദ്ദമുണ്ട്. മിനിസ്റ്ററും വനിതാ കമ്മീഷണറും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. മീഡിയ വല്ലാതെ അർജുനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും ഇതൊരു വാർത്ത മാത്രമാണ്. പക്ഷേ വേണ്ടപ്പെട്ടവരുടെ ഹൃദയവേദന അവർക്കറിയില്ലല്ലോ. അവർക്ക് വാർത്ത മാത്രം മതി. സിറ്റി പോലീസിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ്. ഉന്നതരായ പ്രതികളെ മുഴുവൻ സഹായിക്കുന്നവരാണ് പോലീസ് ഫോഴ്സിലുള്ളതെന്ന് മീഡിയ പറഞ്ഞു പരത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ കേസിലും ഇതുപോലുള്ള ശുഷ്കാന്തി കാണിക്കാറില്ലല്ലോ. ഈ ശുഷ്കാന്തി എല്ലാ കാര്യത്തിലും ഉണ്ടോ സാർ? ഇതുപോലെ വാർത്താ പ്രാധാന്യം കിട്ടുന്നതിനല്ലേ സാർ ആ ശുഷ്കാന്തി കാണിക്കാറുള്ളൂ? മിസ്റ്റർ അഡ്വക്കേറ്റ്, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാനൊരു മീഡിയയ്ക്കും ജഡ്ജിയുടെ വീട്ടിലേക്ക് അർജുനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ മുഴുവനും മീഡിയക്കാരായിരുന്നേനെ. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും ഒരു ദിവസം. വേണ്ടതെന്ത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അതിന്റെ ഫലം അർജുൻ അനുഭവിക്കേണ്ടി വരും. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, അവരെ തടയണ്ട. അങ്കിൾ, വെറുതെ ഒരു സീൻ വേണ്ട. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ. അവർക്ക് എന്നെ ആയിരുന്നല്ലോ ആവശ്യം. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സന്തോഷമാവും. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഈ നാടകമൊക്കെ. അന്നേരം ജഡ്ജിയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ ബാക്കി എന്ത് വന്നാലും നമുക്ക് നേരിടാം. ഈ ചെറിയ ഓലപ്പാമ്പിനെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എന്തായാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഇവർ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. മതി മതി, നടക്ക്, വാ.
എന്തു പറ്റി അർജുൻ? യുവർ ഓണർ, ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചൊരു കേസാണ്. വക്കീൽ എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിലും അർജുനോട് സമൂഹത്തിന് മതിപ്പാണ്. കളങ്കമില്ലാത്ത ജീവിതമാണ് അർജുൻ്റെ എന്ന് അമ്മയ്ക്ക് പറയാമല്ലോ. എന്റെ അറിവുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. തെളിവാണ് പ്രധാനമെന്ന് പ്രതിസ്ഥാനത്തുള്ള അർജുനന് അറിയാം. അർജുനു വേണ്ടി വാദിക്കുന്ന നന്ദഗോപനും അറിയാം. കൃത്യമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ വ്യാജമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കോടതിക്ക് അറിവുണ്ടായിരിക്കുമല്ലോ യുവർ ഓണർ. ഡിജിറ്റൽ ലാബുകളിലെ വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷമേ ഇത്തരം തെളിവുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ വീഡിയോ തെളിവുകൾ വ്യാജമാണോ അർജുൻ? വീഡിയോകൾ യഥാർത്ഥമാണ്. പക്ഷേ ആ സാഹചര്യങ്ങൾ തെളിവിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഉദാഹരണമായി ഞാനും സ്വാതിയും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആ വീഡിയോ ദൃശ്യം, അത് അന്ന് അതൊക്കെ കോടതിയിൽ വാദിച്ച് തെളിയിക്കേണ്ടതാണ്. വീഡിയോ കണ്ടന്റ് വ്യാജമാണോ അല്ലയോ എന്ന്. വ്യാജമല്ല. ഇതിന് സമാനമായ ഒരു പൂർവ്വചരിത്രം ഇയാൾക്കുണ്ട് യുവർ ഓണർ. കേസുമായി വന്ന കക്ഷിയെ സ്വാധീനിച്ച് വിവാഹം ചെയ്ത ആളാണ് ഇയാൾ. അതൊക്കെ എനിക്കറിയാം, വിശദീകരിക്കണ്ട. ശരി ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് മാതൃകാപരമാണ്. ശരി. ഇദ്ദേഹത്തിന്റെ മകളല്ലേ? ആ അതെ സർ. യുവർ ഓണർ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ പലതും സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാദിയായിട്ട് വന്നവർക്ക് തന്നെ അത്തരം കേസുകളിൽ ശിക്ഷ നൽകിയിട്ടുണ്ട് പല കോടതികളും. ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുന്നത് ഒരു തരത്തിൽ നീതി നിഷേധിക്കലാണ്. പ്രതിസ്ഥാനത്തുള്ളവരുടെ സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും അതോടെ തകരും. പിന്നീട് അവരെ വെറുതെ വിട്ടാലും മാധ്യമങ്ങൾ വെറുതെ വിടില്ല. വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവരുടെ കുടുംബജീവിതം ആജീവനാന്തം അപമാനം സഹിച്ച് കഴിയേണ്ടി വരും. അതുകൊണ്ട് അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നത് വരെ അർജുനെ അറസ്റ്റ് ചെയ്യരുതെന്നും മുൻകൂർ ജാമ്യം തരണമെന്നും അപേക്ഷിക്കുന്നു യുവർ ഓണർ. സർ, അർജുൻ ഒരു വലിയ കണ്ണിയുടെ ഭാഗമാണ്. സെക്സ് റാക്കറ്റുമായി അർജുനന് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പരാതിക്കാരിയെ അപകടപ്പെടുത്തിയേക്കും. ചിലപ്പോ അന്യ സംസ്ഥാനത്തേക്കോ അന്യ രാജ്യത്തേക്കോ കടന്നുകളയും ചെയ്യും. ഇപ്പൊ തന്നെ ക്രൈം നടത്തിയ ശേഷം അർജുൻ ഒളിവിലായിരുന്നു. പോലീസിനെയും നിയമത്തെയും വെല്ലുവിളിക്കുന്നത് പോലെയായിരുന്നു. അതിസാഹസികമായിട്ടായിരുന്നു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. ഇതൊക്കെ കൊണ്ട് തന്നെ അർജുൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനിവാര്യമാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടുതരാൻ അപേക്ഷിക്കുന്നു. എന്റെ കോടതിയിലെ സമർത്ഥനായ വക്കീൽ, എന്തു പറ്റിയെടോ തനിക്ക്? ഇതൊരു ഗൂഢാലോചനയാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല സർ. പക്ഷേ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമേ പോലീസ് കസ്റ്റഡിയിൽ എന്നെ വിടാൻ പാടുള്ളൂ സർ. ഒരു കുട്ടിക്ക് സഹായം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത് സർ. ഇതൊരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയ്ക്ക് തെളിവ് ഹാജരാക്കാൻ അല്പം സമയം കൂടി തരണം യുവർ ഓണർ. പോലീസ് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ അർജുൻ? അർജുനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിരത്തിയ തെളിവുകൾ ശക്തമാണ്. പ്രതിയും തെളിവുകൾ അംഗീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടും പരാതിക്കാരിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ജാമ്യം നിഷേധിക്കുന്നു. എന്തായി നന്ദ, ജാമ്യം കിട്ടിയില്ലേ? വാടോ വാടോ. ജാമ്യം കിട്ടിയില്ല. എല്ലാ തെളിവുകളും പോലീസ് കെട്ടിച്ചമച്ചതല്ല. SP,
താനും ഇതിന് കൂട്ടുന്നല്ലേ? പ്ലീസ്, ഞാൻ ആകെ പകച്ചു നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ എല്ലാം കോടതിയുടെ കയ്യിലാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ഇത്രയും അടുത്തൊരു കൂട്ടുകാരനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്താൻ ആ സ്വാതിക്ക് എങ്ങനെ കഴിഞ്ഞു? അറസ്റ്റും ഒളിവിൽ പോക്കും എല്ലാവരും തിരക്കഥയായിരുന്നാണ് എന്റെ സംശയം. തന്റെ മൂക്കിന് കീഴെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ്.